മുത്തശ്ശി, എന്താ മോനെ? മുത്തശ്ശിയോട് ഒരു കാര്യം പറയണ്ടായിരുന്നു. ആ പറഞ്ഞോടാ, അതിനെന്തിനാ ഈ മുഖവര? അത് പിന്നെ മുത്തശ്ശി, ഞാനും പൂജയും ഇവിടുന്ന് താമസം മാറിയാലൊന്ന് ആലോചിക്കാം. എന്താ പറഞ്ഞ? താമസം മാറാൻ പോവാന്നോ? എങ്ങോട്ട്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാ പിന്നെ അതും കൂടെ തീരുമാനിച്ചിട്ട് പറഞ്ഞാ മതിയായിരുന്നല്ലോ. ആരുടെയാടാ ഈ ബുദ്ധി? നിന്റെയാണോ അതോ നിന്റെ ഭാര്യയുടെ ആണോ? അയ്യോ മുത്തശ്ശി, ഇതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. നീ ഒന്നും പറയണ്ട. ലോകത്തെല്ലാ ഭർത്താക്കന്മാരും പറയുന്ന കാര്യമായത് സ്വന്തം ഭാര്യമാരെ രക്ഷിക്കാൻ. പക്ഷെ ആദ്യകൂട്ടാ, നീ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു അച്ചുകൊന്നനായിട്ട് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. മുത്തശ്ശി, അങ്ങനെയൊന്നും അല്ല. എങ്ങനെയല്ലെന്ന് മിണ്ടി പോരുത് എന്നോട്. അല്ലെങ്കിൽ എനിക്കറിയാടാ, ഇതൊക്കെ ഇങ്ങനെ തന്നെ ആവുമെന്ന് എനിക്കറിയാം. ഒരു പെണ്ണ് വന്ന് ജീവിതത്തിൽ കയറിയാൽ പിന്നെ വീട്ടുകാരെ കണ്ണിന് പിടിക്കാതാവും. എന്റെ മുത്തശ്ശി ഇങ്ങനെ എഴുതാപ്പുറം വായിക്കല്ലേ. അതേടാ, നിനക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നും. നീ ആഗ്രഹിച്ചതൊക്കെ നിനക്ക് കിട്ടിയല്ലോ. ഇപ്പൊ മുത്തശ്ശി നിനക്ക് അധികം പറ്റും, എഴുതാപ്പുറം വായിക്കത്തുള്ളൂ ഒക്കെയാ. മുത്തശ്ശി, ഞാൻ ഇങ്ങനെ മുത്തശ്ശി മുത്തശ്ശി എന്ന് പറഞ്ഞ് എന്റെ മുണ്ടിന്റെ തുമ്പം പിടിച്ചു നടന്ന ചെക്കനാ. എന്നിട്ടിപ്പോ കണ്ടില്ലേ, എന്റെ മുന്നിൽ വന്ന് എളിച്ച് നിന്ന് വർത്താനം പറയാ. താമസം മാറണം പോലും. എന്താടാ, നിനക്ക് ഞങ്ങൾ ഇവിടെ സ്വസ്ഥത വരുന്നില്ലേ? എന്താ മുത്തശ്ശി, എന്താ ഇവിടെ പ്രശ്നം? നീ ഇത് കേട്ടില്ലേ? ഇവനും ഇവന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ ഇവിടുന്ന് താമസം മാറണം. നമ്മളെ ഒന്നും ഇപ്പൊ ഇവന് വേണ്ടെന്ന്. നേരാണോടാ ഞാൻ കേൾക്കുന്നത്? ചേച്ചി, അങ്ങനെയൊന്നും അല്ല. അങ്ങനെ തന്നെയാ. എന്റെ ചെവിക്ക് ഒരു തകരാറുമില്ല. ആമി, ഇവൻ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞല്ലേ ഉള്ളൂ. മുത്തശ്ശിയുടെ അനുവാദം ചോദിക്കാനല്ലേ ഞാൻ വന്നേ. അനുവദിച്ചു തരാൻ പറ്റുന്ന ആഗ്രഹമല്ലേ നീ ചോദിച്ചത്? ലോകം മുഴുവൻ എതിർത്തിട്ടും എന്തിനാണ് ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തി തന്നെ? വയസ്സായ കാലത്ത് നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ലേ? എന്നിട്ടിപ്പോ നിനക്കൊരു ഭാര്യയെ കിട്ടിയപ്പോ ഒറ്റയ്ക്ക് മാറി താമസിക്കണം അല്ലേ? മുത്തശ്ശി, എന്നാലും എന്റെ ആദ്യക്കുട്ട, നീ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. മുത്തശ്ശി, ഞാൻ നേര് പറടാ, എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ആലോചന ഉണ്ടാവാൻ കാരണം? ചേച്ചി, ഞാൻ എന്താ പൂജയ്ക്ക് ഈ വീട്ടിൽ താമസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതിന് അവൾ ഇതൊന്നും അറിഞ്ഞിട്ട് കൂടിയില്ല. അവൾ അറിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ ഞാൻ തെളിയിച്ചു തരാം. മുത്തശ്ശി, മുത്തശ്ശി നിക്ക്. മുത്തശ്ശി വേണ്ട, അവളോടൊന്നും ചോദിക്കണ്ട. കൈവിടറ, എനിക്ക് അവളോട് ചോദിക്കണം. ചോദിക്കാതെ എനിക്ക് മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. നീ എന്റെ വഴി തടഞ്ഞ പിന്നെ നീയായിട്ട് വീട് മാറി പോകേണ്ടി വരില്ല. ഞാൻ നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. മുത്തശ്ശി, എന്താടാ നോന്തോ നിനക്ക്? നോവാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞു. പക്ഷെ നിന്നെ മാത്രമാണ് ഞാൻ ഇവിടുന്ന് ഇറക്കി വിടാൻ പോകുന്നത്. ആ കൊച്ചിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് നീയാണെങ്കിലും നിങ്ങളെ കെട്ടിച്ചത് ഞാനാ. അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. മുത്തശ്ശി, മുത്തശ്ശി, വേണ്ട മുത്തശ്ശി. മുത്തശ്ശി അവളോടൊന്നും ചോദിക്കണ്ട. എന്തിനാ വെറുതെ ആ കൊച്ചിനെ കൂടെ വിഷമിപ്പിക്കുന്നത്? അവള് നമുക്ക് അറിയാത്തതല്ലോ. അവൾ അങ്ങനെ പറയുന്നു മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? എന്റെ തോന്നലല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അവളറിയാതെ ഏതായാലും ഇവനിവിടെ വന്ന് ഇത് എഴുന്നള്ളിക്കത്തില്ല. ഇനി അഥവാ അവൾ അറിയാത്ത കാര്യമാണെങ്കിൽ അവളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയണമല്ലോ. മുത്തശ്ശി, വേണ്ട മുത്തശ്ശി. ഈ പൊട്ടച്ചക്കൻ പറയുന്നത് കേട്ടോണ്ട് മുത്തശ്ശി വെറുതെ മുത്തശ്ശി ഒന്നും പറയാറില്ല. എന്താ, കല്യാണം കഴിച്ചപ്പോ നീയും കാണിച്ചത് ഇത് തന്നെയല്ലേ? ദത്തനെ കൊത്തി വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങി പോയവളല്ലേ നീ? അന്ന് ഞാൻ കരഞ്ഞ കണ്ണീര് ഈ കണ്ടിട്ടുണ്ടോ? പിന്നെ അന്ന് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്വാസം നീ ഒരു പെൺകുട്ടിയാണെന്നുള്ളതാ. പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കുന്നതിന്റെ അന്തസ് കുടുംബത്തിൽ പിറന്ന എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. പക്ഷെ അതുപോലെയാണോ ഇവനിവിടെ എന്തിന്റെ കുറവാ ഉള്ളത്? ഇവനും അവൾക്ക് ഇവിടെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇല്ലേ? ഇനിയിപ്പോ നമ്മളാണ് ബുദ്ധിമുട്ടെങ്കിൽ നമുക്ക് മാറിക്കൊടുക്കാം. എന്റെ മുത്തശ്ശി, നിസ്സാര കാര്യത്തിന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ. അതേടാ, നിനക്കിത് നിസ്സാര, പക്ഷെ എനിക്ക് നിസ്സാരമല്ല. കാരണം ഞാൻ എന്റെ ജീവിതം മാറ്റിവെച്ചത് നിങ്ങൾക്ക് വേണ്ടിയാ. ഈ നിൽക്കുന്ന നിന്റെ പെങ്ങള് പോലും എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഏതോ ഒരു പെണ്ണിന് വേണ്ടി ഇങ്ങനെ വാശി പിടിക്കരുതെന്ന് ഇവളെന്നെ 100 തവണ ഉപദേശിച്ചതാ. എന്നിട്ടും ആരും പറയുന്ന കേൾക്കാതെ ഒറ്റക്കാലിൽ നിന്നാ ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തി തന്നത്. എന്നിട്ടിപ്പോ പുതുമോടി മാറുന്നതിന് മുമ്പ്
ഞാൻ നിനക്ക് വേണ്ടാത്തവളായി അല്ലേടാ? മുത്തശ്ശി അങ്ങനെയല്ല. എനിക്കറിയണം. എനിക്കിതിന്റെ കാരണം അറിഞ്ഞേ പറ്റൂ. അല്ല എങ്ങോട്ടാ രണ്ടും കൂടെ? ആരും വരണ്ട. എനിക്ക് അവളോട് മാത്രമായിട്ട് സംസാരിക്കണം. മുത്തശ്ശി എന്താടി? മുത്തശ്ശി കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. കുഴപ്പമുണ്ടാക്കും. ഞാൻ കുഴപ്പമുണ്ടാക്കും. ഇപ്പൊ ഞാൻ കുഴപ്പമുണ്ടാക്കിയില്ലെങ്കിൽ അത് ഇതിലും വലിയ കുഴപ്പത്തിലേക്ക് പോകും. പറഞ്ഞല്ലോ, രണ്ടിനെ പരിസരത്ത് കണ്ടുപോകരുത്. ആ ടാ, നിനക്ക് വല്ലാത്ത സൂക്കേട് തന്നെയായിരുന്നല്ലേ? നിനക്ക് മുത്തശ്ശിയുടെ സ്വഭാവം അറിയില്ലേ? നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറയാൻ പോയത്? ചേച്ചി ഞാൻ ഇവിടെ നല്ലില്ല, നിനക്ക് മാറേണ്ട ആവശ്യം എന്താ? നോക്കിക്കോ, ഇന്നിവിടെ മുത്തശ്ശി ഇളക്കി മറിക്കും. എനിക്കൊരു കാര്യം ചോദിച്ചറിയാനുണ്ട്. എന്താ മുത്തശ്ശി? നീ അറിഞ്ഞിട്ടാണോ നിന്റെ ഭർത്താവ് ഇപ്പൊ എന്റെ അടുത്ത് വന്ന ഒരു കാര്യം പറഞ്ഞത്? എന്ത് കാര്യം? നിനക്കറിയില്ലല്ലേ? ഞാൻ കള്ളം പറയാറില്ല. കള്ളം പറയുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളിൽ ആരാ ഇങ്ങനെയൊരു തീരുമാനം എടുത്തെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. പേടിക്കണ്ട. ശിക്ഷിക്കാനോ അടിച്ചു പുറത്താക്കാനോ അല്ല, മനസ്സ് തുറന്ന് 4 വർത്താനം പറയാനാ. എല്ലാ പെണ്ണിനും ഒരു ധാരണയുണ്ട്, കഴുത്തിലൊരു താലി വീണ പിന്നെ കെട്ടിയവൻ അവളുടെ മാത്രമാണെന്ന്. കഷ്ടപ്പെട്ട് അവനെ വളർത്തി വലുതാക്കി അവന്റെ അച്ഛനെ, അമ്മയെ, കൂടപ്പിറപ്പുകളെ ഒന്നും അവർക്ക് വേണ്ട. ഒരു കാര്യമില്ലെങ്കിൽ പോലും അവരൊക്കെ അവളുടെ ശത്രുവായിരിക്കും. ഇല്ലാത്തതും ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞ് ഏഷണി കയറ്റി അവന്റെ വീട്ടുകാരെ അവന്റെ അടുത്ത് നിന്ന് അകറ്റുക, അതാണ് അവളുടെ പ്രധാനപ്പെട്ട പണി. ചില പൊട്ടന്മാരാണെങ്കിൽ നിന്ന് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവന്മാരെയൊക്കെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കി മധുവിത് കഴിയുന്നതിന് മുമ്പ് വല്ല വാടക വീട്ടിലോ അവിടെ വീട്ടിലോട്ടോ കൊണ്ടുപോകും. അപ്പോഴൊന്നും ഈ ആമ്പിള്ളേർ ചതി മനസ്സിലാക്കില്ല. മനസ്സ് മുഴുവൻ ഭാര്യയോടുള്ള പ്രണയമാണല്ലോ. അപ്പൊ പിന്നെ കണ്ണു കാണത്തില്ല. ഒടുവിൽ സ്വപ്ന ലോകത്തൊന്നും ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോഴാ പറ്റിയ മണ്ടത്തരം അവന്മാർക്ക് മനസ്സിലാകുന്നത്. ഭാര്യ മാത്രമല്ല, വരുന്നവരും പോകുന്നവരും പട്ടി പൂച്ച എല്ലാവരെയും ചവിട്ടി തേക്കും.